ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കോസ്റ്റിങ്ങും കൂടെ പഠിച്ചു തുടങ്ങാൻ പോവാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കൂടെ നമുക്ക് ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവാം. റെഗുലറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസമൊക്കെ വിട്ടു പോവുകയാണെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കൂടെ പഠിക്കാം. കാരണം നമുക്ക് സിലബസ് വേഗം കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സിലബസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ചില പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം നമുക്ക് അറിയാം, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്താണ് ബിസിനസ്സിൻ്റെ റിസൾട്ട് അല്ലേ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത് വഴി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും സഹായിക്കും അല്ലേ. പക്ഷേ ഇത് ശരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ എക്സ്റ്റേണൽ യൂസേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ബിസിനസ്സിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നൽകാനായിട്ട് P&L ബാലൻസ് ഷീറ്റും ഹെൽപ്പ് ചെയ്യും. പക്ഷേ മാനേജ്മെൻറ്റിന് പല സുപ്രധാനമായിട്ടുള്ള ഡിസിഷൻസും എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു ബിസിനസ്സിന് 4 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. PQR അല്ലെങ്കിൽ വേണ്ട ABCD ഇങ്ങനെ 4 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും സെല്ലിങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ബിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, സിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ആറിൻ്റെ എത്രയാണെന്ന് സെപ്പറേറ്റ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ആ പ്രോഫിറ്റിലോട്ട്, നമ്മുടെ നെറ്റ് പ്രോഫിറ്റിലോട്ട്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ്, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റും എത്രമാത്രം പ്രോഫിറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏറ്റവും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്, ഏറ്റവും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ്സിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്തരം ഇന്റേണലി വരുന്ന മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് വഴി മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച്, ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച്, പ്രൊഡക്ഷൻ എഫിഷ്യൻസിയെക്കുറിച്ച്, കോസ്റ്റ് വരുന്ന ഏരിയാസിനെ കുറിച്ച്, വേസ്റ്റേജിനെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, കോസ്റ്റ്. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ എൻറ്ററിങ് എ സർവീസ്. നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ ഇൻകർ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കോസ്റ്റ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ICMAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിന്റെ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ICMA London defines the term cost as
measurement in monetary terms of the amount of resources used for the purpose of production of goods or rendering services. നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ വേണ്ടിയിട്ട് ഏതൊക്കെ റിസോഴ്സസ് എത്ര മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ എത്ര എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടോ ആ ടോട്ടൽ എക്സ്പെൻസ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോസ്റ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ഈസ് ദ പോർഷൻ ഓഫ് ദ കോസ്റ്റ്. എക്സ്പെൻസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോസ്റ്റ് which has been consumed during the current accounting period and has contributed to the revenue. നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ എന്തുമാത്രം കോസ്റ്റ് ആണോ നമുക്ക് ഇൻകർ ആയിട്ടുള്ളത് ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ എക്സ്പെൻസ്? സാലറി, ഡിപ്രീസിയേഷൻ, കമ്മീഷൻ, സെല്ലിംഗ് കോസ്റ്റ്, ഇതൊക്കെ എന്താണ്? കോസ്റ്റ് എക്സ്പെൻസസ് ആണ്. വിച്ച് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ഗിവൺ പീരിയഡ് ആസ് എ ചാർജ് അഗൻസ്റ്റ് റവന്യൂ. അല്ലേ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡ് അല്ലേ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത്? അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റുകളാണ്. അത്തരം കോസ്റ്റിനെയാണ് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ, ആ റവന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോസ്റ്റുകളാണോ ഇൻകർ ചെയ്തിട്ടുണ്ട് ഉള്ളത് ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് പോർഷൻ ഓഫ് കോസ്റ്റ് ഈസ് കോൾഡ് എക്സ്പെൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ലോസ് എന്ന് പറഞ്ഞാൽ? ലോസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ കോസ്റ്റ് വിച്ച് ഹാസ് ബീൻ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറന്റ് അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് ഹാസ് നോട്ട് കോൺട്രിബ്യൂട്ടഡ് എനിത്തിങ് ടു ദ റവന്യൂ. കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട് നമുക്ക്, പക്ഷെ റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലും ഒരു റവന്യൂ കോൺട്രിബ്യൂഷൻ അത്തരം അവിടെ കോസ്റ്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ ചെലവാക്കിയ പൈസ കൊണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്? ലോസ് എന്ന് പറയാം. ലോസിനെ വേറെ രീതി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. അപ്പോൾ റവന്യൂവിനേക്കാൾ കൂടുതൽ, ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരുമ്പോൾ എന്താ? സ്വാഭാവികമായിട്ടും ലോസ് ആണ്. അല്ലേ? ലോസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മളൊരു വാക്ക് കേൾക്കുകയാണെങ്കിൽ അത് ജനറലി അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ എന്ന വേർഡ് കേൾക്കുമ്പോൾ എക്സ്പെൻസ് പോലെ എക്സ്പെൻഡിച്ചർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കാൻ, ഫോർ ദ അക്വിസിഷൻ ഓഫ് അസറ്റ് എത്ര രൂപയാണ് ഒരു അസറ്റിന്റെ അക്വിസിഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വിച്ച് എക്സ്റ്റെൻസ് ബിയോണ്ട് ദ അക്കൗണ്ടിങ് ഇയർ. നമുക്ക് ആ ഒരു അസറ്റ് വാങ്ങിക്കുന്നത് കൊണ്ട് അസറ്റിൽ നിന്നുള്ള ബെനഫിറ്റ് ആ ഒരു പർട്ടിക്കുലർ ഇയറിലോട്ട് മാത്രമല്ല കിട്ടുന്നത്. ഒരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മെഷീനറിയിലൂടെ നമ്മൾ പ്രൊഡക്ഷൻ കൊണ്ടുപോകുമ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകം എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷൻ, ആ മെഷീനറി നമ്മൾ ഒരു 5-10 വർഷത്തേക്ക് നമുക്ക് ഇതുപോലെ എന്ത് കിട്ടും?
ആ ബെനഫിറ്റ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ബെനഫിറ്റ് കിട്ടുന്ന ഒരു ലോങ് പീരിയഡിലേക്ക് ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളെയാണ്, കോസ്റ്റിനെയാണ്, എത്ര റിസോഴ്സ് ആണോ വന്നിട്ടുള്ളത് അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് എ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിംഗ് ആൻ അസറ്റ് or for increasing the value of existing asset or for increasing the earning capacity of the business. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെ എമൗണ്ട് വരും? അക്വിസിഷൻ, ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു അസറ്റ് നമ്മൾ അത് കൂടുതലൊന്ന്, ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വലിയ ബിൽഡിംഗ് ആയിട്ട് അത് പണിതു, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഏണിംഗ് കപ്പാസിറ്റി, ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലോങ് പീരിയഡിലോട്ട് ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പം അത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളും, എല്ലാ എമൗണ്ടും എന്തായിട്ട് വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരും. ഒരു മെഷീനറി പർച്ചേസ് ചെയ്തത്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്, പിന്നെ മെഷീനറി വാങ്ങിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്, ഗ്യാരേജ് കോസ്റ്റും ഒക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പൊതുവേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നതെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാറുണ്ട്. എക്സ്പെൻഡിച്ചറിന്റെ കൂടെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാറുണ്ട്. അപ്പോൾ റവന്യൂ ക്യാപിറ്റൽ ജനറലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പക്ഷെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ടേം യൂസ് ചെയ്യാറുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. Revenue expenditure means the expenditure for the day-to-day operations of the business. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. സാലറി കൊടുത്തു, ഗുഡ്സ് വാങ്ങിച്ചു, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാരേജ് വന്നു, ഡിസ്കൗണ്ട് കൊടുത്തു, ഇതെല്ലാം എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? കോസ്റ്റ് എന്താന്ന് പറഞ്ഞു, എക്സ്പെൻസസ് എന്താന്ന് പറഞ്ഞു, ലോസ് എന്താന്ന് പറഞ്ഞു, എക്സ്പെൻഡിച്ചർ എന്താന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? ഇത് ഇത്രയും പിടി കിട്ടിയോ? അപ്പൊ നമുക്കിനി വേറെ കുറച്ച് ഡെഫിനിഷൻസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ റെക്കോർഡിംഗ് ഓഫ് ദി എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ എൻറ്ററിങ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ എത്രമാത്രം എക്സ്പെൻസസ് ആണ് ഇൻകർ ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി കുറച്ചുകൂടെ ബ്രോഡർ ടേം ആണ്. കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് is the accounting of cost and revenue by applying the cost accounting principles and methods for controlling the cost and ascertaining the profitability. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കുറച്ചുകൂടെ ബ്രോഡർ ടേം ആണ്. അതിൽ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ റിപ്പോർട്ട് പ്രസൻറ്റേഷനും എല്ലാം വരും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്താ പറയുന്നത്? അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് എത്ര ഇൻകർ ചെയ്തിട്ടുണ്ട്, റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ അതിൽ എന്തൊക്കെ പെടും? കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന ടേമിൽ എന്തൊക്കെ വരും? കോസ്റ്റ് കൺട്രോള്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ വരും. എല്ലാം ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ ഒരു ടേമിൽ ഒരു വ്യത്യാസമാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇനി നമുക്ക്
കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ എത്രമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ വന്നിട്ടുള്ള കോസ്റ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഏതൊക്കെ സെക്ഷനിൽ എത്രയൊക്കെ കോസ്റ്റ് വന്നിട്ടുണ്ട്, എത്രയൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് അസർട്ടൈൻമെന്റ് ആണ്. ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ICMA ഡിഫൈൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഡിഫൈൻസ് എങ്ങനെയാണ്? കോസ്റ്റിംഗ് ആസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അപ്പോൾ ക്ലിയർ ആയോ? ജസ്റ്റ് ഈ ടൈംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഓടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയാസ് സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. എല്ലാം ഒന്നും വിടാതെ പഠിച്ച് മുന്നോട്ട് പോയി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഇല്ലല്ലോ. കാരണം ഒരു മിനിമം നമുക്കൊരു 2 മാസം കിട്ടുമെന്ന് വിചാരിച്ചാലും ഈ 2 മാസത്തിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് കവർ ചെയ്യണം. അപ്പോൾ എല്ലാ ഏരിയാസിനും എല്ലാ ഭാഗത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂൾ എടുക്കുമ്പോഴും ഓരോ സബ്ജക്ട്സ് എടുക്കുമ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നല്ലപോലെ പഠിക്കണം. ഒപ്പം തന്നെ നോട്ട് എഴുതാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നല്ല എനർജിയോടുകൂടി മുന്നോട്ട് പോവാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. താങ്ക്